ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത നേതാവ് നെല്ലിൽ ചോദിക്കുകയാണ്, ഇനി അൻവറിന് മുന്നിൽ ആ വാതിൽ എന്തെങ്കിലും തുറക്കാനുള്ള സാധ്യതകളുണ്ടോ? അല്ല, അൻവറുമായിട്ടുള്ള എല്ലാ ചർച്ചയും UDF തലത്തിലായിരുന്നു. ഇനിയും അൻവറുമായിട്ടുള്ള ചർച്ചകൾ UDF തലത്തിലായിരിക്കും. അല്ലാതെ ലീഗ് പ്രത്യേക ചർച്ചകൾ ആദ്യം നടത്തിയിട്ടുമില്ല. ലീഗ് പ്രത്യേക ചർച്ച നടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ UDF ആയിട്ട് തന്നെയാണ് ഈ വിഷയം ഭാവിയിലും ആലോചിക്കുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. വോട്ടൊക്കെ പെട്ടിയിലായി കഴിഞ്ഞു. നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിലയിരുത്തൽ എങ്ങനെയാണ്? നല്ല ഒരു റിപ്പോർട്ടാണ് ഇന്നലെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം മണ്ഡലം തലത്തിൽ നടന്ന വിശകലനത്തിൽ കിട്ടിയിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാ ബൂത്തുകളിലും UDF ക്യാമ്പ് വളരെ ഊർജ്ജസ്വലമായിരുന്നു. വോട്ടുകൾ നന്നായി വന്നിട്ടുണ്ട്. ഒരു ട്രെൻഡ് തന്നെ ഉണ്ട് എന്നാണ് ഫൈനലായിട്ട് കിട്ടിയ ഒരു വിവരം. ട്രെൻഡ് ഉണ്ടെങ്കിൽ പിന്നെ ഭൂരിപക്ഷം നല്ലോണം ഉണ്ടാവും എന്നാണ് പ്രവർത്തകന്മാരുടെ ഒരഭിപ്രായം. എന്തൊക്കെ ഘടകങ്ങളാണ് അനുകൂലമായി എന്നാണ് കരുതുന്നത്? അല്ല, നിലമ്പൂർ പോലത്തെ ഒരു മണ്ഡലത്തിൽ ജാതിമത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നിലമ്പൂർ കാണിക്കുന്നത്. നിലമ്പൂർ ഈ കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഒരു ക്രോസ് സെക്ഷനാണ്. എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രതികരണം കേരളത്തിൻ്റെ ഒരു പ്രതികരണമാണ്. അവിടെ എല്ലാവരും ഉണ്ട്. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ, ആദിവാസികൾ, SC/ST അങ്ങനെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഉള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ നിന്ന് UDFനൊരു പോസിറ്റീവ് വരുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ജനകീയ പ്രശ്നങ്ങൾക്കാണ്. അപ്പോൾ ശ്രദ്ധ മാറ്റാൻ വേണ്ടി അവിടെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതൊന്നും ഏശിയിട്ടില്ല. ജനങ്ങൾ വളരെ അസംതൃപ്തരാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച്. ചൂരൽമല ദുരന്തം കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ്റെ മൃതശരീരങ്ങൾ ഒഴുകി വന്ന് അടിഞ്ഞത് നിലമ്പൂരാണ്. ഇതൊക്കെ ജനങ്ങൾ കണ്ടതാണ്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് അവരെ മനസ്സിൽ കാണുമല്ലോ. അതിനോടുള്ള ഒരു പ്രതികരണമായിരിക്കും ഇലക്ഷൻ റിസൾട്ട്. അങ്ങനെ ഒരു പ്രതികരണം ഇല്ലെങ്കിൽ അത് അത്ഭുതപ്പെടണമല്ലോ. അപ്പോൾ അത് എന്തു പറഞ്ഞിട്ടും അത്തരം കാര്യങ്ങളിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് തെളിവ്. അപ്പോൾ ഒരു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചകമായിരിക്കും അത്, അല്ലേ? ആണ്. കേരളത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് നിലമ്പൂർ എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. അവിടുത്തെ റിസൾട്ട് തീർച്ചയായിട്ടും ഒരു ചൂണ്ടുവലകയായിരിക്കും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുതൽ UDF ഉന്നയിക്കുന്നത് ജനകീയ പ്രശ്നങ്ങളാണ്, സർക്കാരുമായി ബന്ധപ്പെട്ട ഭരണ പരാജയങ്ങളാണ്. പക്ഷേ വെൽഫെയർ പാർട്ടി ബന്ധം, ജമാഅത്ത് ബന്ധം, ഇസ്രയേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്ഷേമ പെൻഷൻ വിവാദങ്ങൾക്കാണ് കൂടുതൽ ഒരുപക്ഷെ CPM സമയം കൊടുത്തത്. എന്തുകൊണ്ടായിരിക്കാം? ജനങ്ങൾക്കറിയാം. പിന്നെ ഇപ്പോൾ അന്തർദേശീയ പ്രശ്നങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നവരല്ലല്ലോ കേരള ഗവൺമെൻറ്. അന്തർദേശീയ പ്രശ്നങ്ങളിൽ ഇസ്രായേലായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് കേന്ദ്രത്തിൽ ഭരണത്തിലുണ്ടാവുമ്പോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള ആളുകൾക്കറിയാലോ. പലസ്തീൻ വിഷയം എങ്ങനെയാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്തത്? വളരെ നന്നായിട്ടല്ലേ. അത് പലസ്തീൻകാരോട് ഇത്ര കമ്മിറ്റ്മെൻറ്റ് ഇന്ദിരാഗാന്ധി തൊട്ട് എന്തിനും മഹാത്മാഗാന്ധി തൊട്ട് ഇങ്ങോട്ട് കാണിച്ചത് ജനങ്ങൾക്കറിയാലോ. അപ്പോൾ അവരോട് വന്നിട്ട് പിന്നെ പലസ്തീൻ പ്രശ്നം അത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൻ്റെ ഒരു നിരർത്ഥകത കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും ഒക്കെ ഒരേപോലെ ഈ വിഷയത്തിൽ ഒന്ന് തന്നെയാണ് അവരൊക്കെ സ്റ്റാൻഡ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. പിന്നെ അതിൽ വ്യത്യസ്ത സ്റ്റാൻഡുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന് ആണ്, ബി ജെ പി അവിടെ ഒരു ഘടകവുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ജനങ്ങളൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ ആ വിഷയം അധികരിച്ചുള്ള പിന്നെ ചർച്ച വരുമ്പോൾ അതിൽ കോൺഗ്രസ് എന്ത് പറയുന്നു, CPM എന്ത് പറയുന്നു, ഇടതുപക്ഷം എന്ത് പറയുന്നു എന്നുള്ളത് നോക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ വക വിഷയങ്ങളൊക്കെ എല്ലാവരും ഒരേപോലെ തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിൽ വോട്ട് അടിച്ചു മാറ്റാൻ കഴിയില്ല. അത് ഒരു അതര വ്യായാമം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും യേശില്ല. പിന്നെ ഉള്ളത് മറ്റു കാര്യങ്ങളാണ്, മറ്റു വിഷയങ്ങളൊക്കെ. ഇപ്പോൾ അവിടെയുള്ള പിന്നെ ഇപ്പോൾ
വെൽഫെയർ സ്റ്റാൻഡ് അതുപോലുള്ള വിഷയങ്ങൾ ഇതൊക്കെ ആളുകൾക്ക് അറിയാം. ഇല്ല, ഇപ്പോൾ വെൽഫെയർ പാർട്ടി ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമായിട്ടും LDF നേരത്തെ കൂട്ടുകൂടിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശരിക്കും വസ്തുതകളായിട്ട് മുന്നിലുള്ളതാണ്. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും ഇത്രയും വിവാദമാക്കാൻ, അല്ലെങ്കിൽ UDF അറ്റാക്ക് ചെയ്യാൻ, ലീഗിനെ അറ്റാക്ക് ചെയ്യാൻ അവർ ശ്രമിച്ചത്? അല്ല, അതിപ്പോൾ തൽക്കാലം ഇലക്ഷൻ്റെ സമയത്ത് അതങ്ങോട്ട് ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് വിടാൻ പറ്റുമോ എന്നുള്ളത് അവർ നോക്കിയതാണ്. അവർക്ക് അറിഞ്ഞുകൂടായിട്ടാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അവർ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ പ്രചരിക്കുകയല്ലേ. ഓരോ ചടങ്ങിൽ പങ്കെടുത്തത്, ഒന്നിച്ചിരിക്കുന്നത്, പൊതുയോഗം നടത്തിയത് ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ ഏശാതെ പോയത്. അതാണ് വസ്തുതകളൊക്കെ ഈ കാലത്ത് മറച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ കളവ് പറഞ്ഞിട്ടോ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ജനങ്ങൾ വളരെ വിജിലൻ്റായി, സാങ്കേതിക വിദ്യകളും കൂടി. അപ്പോൾ അതുകൊണ്ട് ഈ വക ചർച്ചകളൊക്കെ നടത്തുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്തിനാപ്പോൾ അവർ ഇത്ര വർത്തമാനം പറയുന്നത് എന്നുള്ള വികാരമാണ് ആളുകൾക്ക്. അതുകൊണ്ട് ആ ചർച്ച എതിർവികാരമായിട്ടേ വരുള്ളൂ. ഒരു കാര്യം, PV അൻവറുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ നമ്മൾ UDF ചർച്ചകൾ നടത്തിയിരുന്നു, കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിലാണ് നമ്മൾ തീരുമാനമെടുത്തത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതി കാണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ അൻവർ? അല്ല, അതിപ്പോൾ ഇലക്ഷൻ റിസൾട്ട് കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PV അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA ആയിരുന്നില്ലേ, ഇടതുപക്ഷ MLA രാജിവെച്ച് വന്നതല്ലേ. അപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൽ എത്രമാത്രം ചേഞ്ച് ഉണ്ടാക്കുന്നു എന്നുള്ളത് പറയാൻ കഴിയില്ലല്ലോ, ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം ആളുകൾ വോട്ട് എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിലല്ലേ. പക്ഷേ UDFൻ്റെ വോട്ട് വന്നിട്ടുണ്ടെന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതും ഞങ്ങൾ കൺവിൻസ്ഡാണ്. മറ്റു കണക്ക് ഞങ്ങൾ നോക്കിയിട്ടില്ല. അത് ഞങ്ങൾക്ക് പറയാൻ ചോർച്ചാലും ഉണ്ടാവുകയില്ല. UDF ചോർച്ച എന്ന് പറഞ്ഞാൽ ഒരു പറയത്തക്ക ഒരു ചോർച്ച ഉണ്ടാവും എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇപ്പോൾ അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത നേതാവ് നെല്ലിൽ ചോദിക്കുകയാണ്, ഇനി അൻവറിന് മുന്നിൽ ആ വാതിൽ എന്തെങ്കിലും തുറക്കാനുള്ള സാധ്യതകളുണ്ടോ? അല്ല, അൻവറുമായിട്ടുള്ള എല്ലാ ചർച്ചയും UDF തലത്തിലായിരുന്നു. ഇനിയും അൻവറുമായിട്ടുള്ള ചർച്ചകൾ UDF തലത്തിലായിരിക്കും. അല്ലാതെ ലീഗ് പ്രത്യേക ചർച്ചകൾ ആദ്യം നടത്തിയിട്ടുമില്ല, ലീഗ് പ്രത്യേക ചർച്ച നടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ UDF ആയിട്ട് തന്നെയാണ് ഈ വിഷയം ഭാവിയിലും ആലോചിക്കുക. ലീഗോ അല്ലെങ്കിൽ കുഞ്ഞാലിസ് വ്യക്തിപരമായി എന്നല്ല, മാത്രമല്ല UDF മുന്നണി നിറയിൽ ഒരു പോസിബിലിറ്റി ഇനി അൻവർ ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ അവസാന തീരുമാനം എടുത്തത് UDF ആണ്. ഇനി UDF അത് വിലയിരുത്തിയിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ മുമ്പ് ലീഗൊന്നും പറയില്ല. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ദിശാസൂചകമായി മാറുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മുന്നണി വിപുലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചകളിൽ വരുന്നുണ്ട്. നല്ല സാധ്യതകൾ ഉണ്ടോ? എങ്ങനെയാണ് കാണുന്നത് പൊതുവെ? ഇലക്ഷൻ റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു മാനിഫെസ്റ്റോ അവതരിപ്പിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ കോണിൽ നിന്ന് അതിന് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാനിപ്പോൾ പ്രവചിക്കുന്നില്ല. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആ ഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ മിക്കവാറും അറിയാം, ഒരുപാട് ചർച്ചകൾക്ക് നേതൃത്വം കൂടെയാണ്. കേരള കോൺഗ്രസ് ഉൾപ്പെടെ ഇറങ്ങിപ്പോയവർ അല്ലെങ്കിൽ പോയവരെ തിരികെ കൊണ്ടുവരുന്ന ശ്രമങ്ങൾ ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ വിഷയം കേരള കോൺഗ്രസും കൂടി അറിഞ്ഞല്ലാതെ പറയാനുള്ള യാതൊരു ധാർമ്മിക അവകാശം ഞങ്ങൾക്കില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇന്ന് വരെ അവരെ കൊണ്ടുവരാൻ പോകണു, ചർച്ച നടത്തി അല്ലെങ്കിൽ ചർച്ച നടത്തും, ഇതൊന്നും ലീഗ് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പറയില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ അവരെടുക്കേണ്ടതല്ലേ. അവർ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടം അവർക്കറിയാലോ, അല്ലെങ്കിൽ വേണം അത് അവർക്കറിയാലോ. ഞങ്ങൾ അതിനെപ്പറ്റി പുറത്ത് നിന്നിട്ടൊരു അഭിപ്രായം പറയുന്നതിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. പിന്നെ അങ്ങനെ ഒരു ഔദ്യോഗിക ചർച്ച നടത്താൻ വേണ്ടി പാർട്ടിയോട്ട് തീരുമാനിച്ചിട്ടുമില്ല. UDF മൊത്തത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തട്ടെ. അതിൽ ലീഗ് പ്രത്യേകമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേതൃത്വത്തോട്, തങ്ങളോട്, ബാക്കിയുള്ളവരോട് കൂടി ആലോചിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ആ കാര്യത്തിൽ മുൻകൈ എടുക്കുക എന്നേ ഉള്ളൂ. ഇതുവരെ അങ്ങനത്തെ ഒരു വിഷയം ഞങ്ങൾ ചെയ്തിട്ടുമില്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനവുമില്ല. അവർ പറയാതെ അവർ വേറെ മുന്നേ ധാർമ്മികമായി കറക്റ്റാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു കിക്ക് സ്റ്റാർട്ട് ഇതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലമ്പൂരിൽ നിന്ന്. തീർച്ചയായിട്ടും ഈ മുന്നണി തന്നെയാണല്ലോ പാർലമെൻറ്റ് ഇലക്ഷൻ തൂത്തുവാരിയത്. അതുകൊണ്ട് എന്തുകൊണ്ട് 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പും ജനങ്ങളുടെ സപ്പോർട്ട് ഈ മുന്നണിക്ക് കിട്ടിക്കൂടാ? നോക്കാം.
ഓക്കെ. തീർച്ചയായും വലിയ വിശ്വാസം, ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നത് മാത്രമല്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന പ്രതീക്ഷ കൂടി പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കുവയ്ക്കുന്നുണ്ട്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, മലപ്പുറം.